മനസാക്ഷിയെ മരവിപ്പിച്ച കൊലപാതകങ്ങൾ. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസ് വീണ്ടും മാധ്യമങ്ങളിൽ നിറയുന്നു. മുഖ്യപ്രതി റിനോ മാത്യുവിന് ലഭിച്ചത് വധശിക്ഷ. ശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമായി ഇളവ് ചെയ്തിരുന്നു. പരോളില്ലാതെ 25 വർഷം കഠിന തടവ് റിനോ അനുഭവിക്കണം. 4 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുനിന്ന റിനോ മാത്യുവിൻ്റെ കാമുകി അനുശാന്തിയോട് നീതിപീഠം ദയവ് കാട്ടിയിട്ടില്ല. അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. ഭർത്താവും കുഞ്ഞിനുമൊപ്പം കഴിയുന്നതിനിടെയാണ് സഹപ്രവർത്തകനുമായി അനുശാന്തി പ്രണയത്തിലായത്. പ്രണയം അതിരുവിട്ട് അരും കൊലകളിൽ അവസാനിച്ചു. 2014 ഏപ്രിൽ 16 ഉച്ചയ്ക്കായിരുന്നു കൊടും ക്രൂരകൃത്യം അരങ്ങേറിയത്. ഒരുമിച്ച് ജീവിക്കാനായി 4 വയസ്സുകാരിയായ സ്വന്തം മകൾ സ്വാസ്തികയെയും ഭർത്തൃമാതാവ് ഓമനയെയും അനുശാന്തിയും റിനോയും ചേർന്ന് കൊലപ്പെടുത്തി. ആക്രമണത്തിനിടെ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിന് ഗുരുതരമായി പരിക്കേറ്റു. ടെക്നോ പാർക്കിലെ IT സ്ഥാപനത്തിലെ പ്രോജക്റ്റ് മാനേജറായിരുന്ന റിനോ മാത്യുവും ടീം ലീഡറായിരുന്ന അനുശാന്തിയും തമ്മിൽ ഉടലെടുത്ത പ്രണയമാണ് ഇരട്ട കൊലപാതകത്തിൽ കലാശിച്ചത്. കുരുന്നുകുട്ടിയായ സ്വാസ്തികയെ അവളേക്കാൾ ഉയരമുള്ള ദണ്ടുകൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ റിനോ മാത്യുവിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2016 പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി V. ഷിർസി കൊലക്കയർ വിധിച്ചത്. പിഞ്ചുമകളെ കൊല്ലാൻ കൂട്ടുനിന്ന അനുശാന്തി മാതൃത്വത്തിന് തന്നെ അപമാനമാണെന്നും കോടതി വിലയിരുത്തി. സ്ത്രീയാണെന്നതും ശാരീരിക അവശതകൾ പരിഗണിച്ചും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല എന്നതിനാലും അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. ആലങ്കോട് അവിക്സ് ജംഗ്ഷൻ അടുത്തുള്ള പണ്ടാരക്കോണം ലൈനിലെ തുഷാരയിൽ തങ്കപ്പൻ ചിറ്റയായുടെ ഭാര്യ ഓമന, ചെറുമകൾ 4 വയസ്സുകാരി സ്വാസ്തിക എന്നിവരെ കൊലപ്പെടുത്തുകയും ഓമനയുടെ മകനും സ്വാസ്തികയുടെ അച്ഛനുമായ ലിജീഷിനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് കേസ്. 2007 ഡിസംബർ 6 അനുശാന്തിയും ലിജേഷും തമ്മിലുള്ള വിവാഹം. അവരുടെ ഏക മകളായിരുന്നു സ്വാസ്തിക. ടെക്നോ പാർക്കിലെ IT സ്ഥാപനത്തിലെ പ്രോജക്റ്റ് മാനേജറായിരുന്ന റിനോ മാത്യുവും ടീം ലീഡറായിരുന്ന അനുശാന്തിയും തമ്മിൽ ഉടലെടുത്ത പ്രണയമാണ് കൊലപാതകത്തിലെത്തിയത്. ഒരുമിച്ച് ജീവിക്കാൻ തടസ്സങ്ങൾ നീക്കുകയായിരുന്നു ഇരുവരും. അനുശാന്തിയുടെ മകളും ഭർത്താവുമായിരുന്നു ആ തടസ്സങ്ങൾ. 2013 ഡിസംബർ 31 അയച്ചത് അവസാനത്തെ വാട്സപ്പ് സന്ദേശത്തിൽ "നീ എൻ്റേതാണ്, ഒരിക്കലും ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നോടൊപ്പം ജീവിക്കുമെന്ന് റിനോ മാത്യു അനുശാന്തിയോട് പറഞ്ഞിരുന്നു. ലിജീഷിനെയും സ്വാസ്തികയെയും ഒഴിവാക്കാൻ പദ്ധതിയിട്ട റിനോയും അനുശാന്തിയും വാട്സപ്പിലൂടെയും SMS വഴിയും പലവട്ടം അതിനെപ്പറ്റി സന്ദേശങ്ങൾ കൈമാറിയത് പോലീസ് കണ്ടെത്തിയിരുന്നു. അനുശാന്തിയെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റിനോ മാത്യു അയച്ച സന്ദേശം 2014 ഏപ്രിൽ 4 ലിജീഷ് കണ്ടതോടെ വീട്ടിൽ വഴക്കായി. തുടർന്ന് ലിജീഷിനെയും കുഞ്ഞിനെയും വകവരുത്താൻ ഇവർ തീരുമാനിച്ചു. റിനോ മാത്യു ഏപ്രിൽ 16 രാവിലെ 10:45 ഓഫീസിൽ നിന്നിറങ്ങി. ആര് ചോദിച്ചാലും ചിട്ടി പിടിക്കാൻ പോയതാണെന്ന് പറയാൻ അനുശാന്തിയോട് പറഞ്ഞു. അറ്റം മുറിച്ചു മാറ്റിയ ബേസ്ബോൾ സ്റ്റിക്ക്, വെട്ടുകത്തി, മുളക് പൊടി, രക്തം തുടയ്ക്കാനുള്ള തോർത്ത് എന്നിവ ലാപ്ടോപ്പ് ബാഗിൽ കരുതി. കഴക്കൂട്ടത്തെ കടയിൽ നിന്ന് പുതിയ ചെരുപ്പ് വാങ്ങി. ആറ്റിങ്ങലിൽ ലിജീഷിൻ്റെ വീട്ടിലെത്തി. ആ സമയം ലിജീഷ് പുറത്തായിരുന്നു. വീട്ടിൽ കയറി ഓമനയോട് ലിജീഷിൻ്റെ സുഹൃത്താണെന്നും വീട്ടിലേക്ക് വിളിച്ചു വരുത്താനും പറഞ്ഞു. ഓമന ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞയുടൻ സ്റ്റിക്ക് കൊണ്ട് തലയിൽ അടിച്ചു വീഴ്ത്തി. ഓമനയുടെ കയ്യിൽ നിന്ന് താഴെ വീണ സ്വാസ്തികയെയും ക്രൂരമായി കൊലപ്പെടുത്തി. കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊല എന്ന് വരുത്താൻ ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിയെടുത്തു. അരമണിക്കൂർ കഴിഞ്ഞ് ലിജീഷ് എത്തിയപ്പോൾ വീട് അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നു. പുറകുവശത്ത് പോയി നോക്കി തിരികെ എത്തിയപ്പോൾ വാതിൽ തുറന്നിട്ടിരിക്കുന്നതാണ് കണ്ടത്. അകത്തേക്ക് കയറിയപ്പോൾ മറഞ്ഞു നിന്ന റിനോ മാത്യു ലജീഷിൻ്റെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ ശേഷം വെട്ടി. തലയിലും കാതിലും വെട്ടേറ്റ ലിജീഷ് അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ഇതോടെ റിനോ മാത്യു പിറകിലെ മതിൽ ചാടി ഓടി ബസ്സിൽ കയറി രക്ഷപ്പെട്ടു. അന്ന് 3:30 അനുശാന്തിയുടെ സഹോദരൻ അനൂപ് ടെക്നോ പാർക്കിൽ എത്തിയപ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ അനുശാന്തി മാമത്തെ വീട്ടിലേക്ക് പോയി. കുഞ്ഞിൻ്റെ മൃതദേഹം കാണാനോ ഭർത്താവിനെ ആശുപത്രിയിലെത്തി കാണാനോ അവർ തയ്യാറായില്ല. രാത്രി 9 റിനോ മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും അനുശാന്തിയുടെ പങ്ക് വ്യക്തമായി. രാത്രി 11 അനുശാന്തിയെയും അറസ്റ്റ് ചെയ്തു. കുഞ്ഞിനെ സംസ്കാരത്തിന് മുമ്പ് കാണണോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ വേണ്ട എന്നായിരുന്നു അനുശാന്തിയുടെ മറുപടി. 2015 സെപ്റ്റംബർ 8 പ്രതികൾക്ക് കോടതി കുറ്റപത്രം നൽകിയത്. ഒക്ടോബർ 12 വിചാരണ തുടങ്ങി. ഫോട്ടോകളും വീഡിയോ ദൃശ്യങ്ങളും ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയിൽ നിന്ന് ഫോറൻസിക് ലാബിൽ ശാസ്ത്രീയമായി വീണ്ടെടുത്ത തെളിവുകൾ എന്നിവ നിർണായകമായി. ശാരീരിക ബന്ധത്തിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ തെളിവുകളൊന്നും പ്രതികൾ കോടതിയിൽ നിഷേധിച്ചില്ല.